ഒരുപക്ഷെ നമ്മൾ പറയും ജയശങ്കർ വീണ്ടും ഞെട്ടിച്ചു എന്ന്. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ചർച്ചകൾ അതെങ്ങും എത്തിയില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് എത്തിയില്ല എന്നതിന് ഉത്തരമായിട്ട് ജയശങ്കർ പറയുന്നത്, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാത്തതുകൊണ്ട് നമ്മൾ അതെങ്ങും എത്തിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് കീഴടങ്ങിയോ അമേരിക്കൻ താല്പര്യത്തിന് കീഴടങ്ങിയോ ഇന്ത്യ അമേരിക്കയുമായി ഒരു വ്യാപാര കരാറിൽ ഇടപെടുന്ന ഒരു പ്രശ്നവുമില്ല എന്നാണ് ജയശങ്കർ വളരെ ശാന്തമായും മിതമായും എന്നാൽ ധീരമായും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ പൊസിഷൻ എങ്ങനെയാണ് പുനർനിർമ്മിക്കേണ്ടത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ളൊരു ഇടപെടലായിട്ട് ഞാനതിനെ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ട്രംപിൻ്റെയും അതേപോലെ തന്നെ അമേരിക്കയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അത്ര ആശാവഹമല്ല. കാരണം ഷട്ട് ഡൗണിലാണ് അമേരിക്ക. എങ്ങനെയാണ് പ്രശാന്ത് ഇതിനെ കാണുന്നത്? അതെ സാറേ, നമ്മളിതിനെ കാണേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും തിട്ടൂരം ഏർപ്പെടുത്തിയിരുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ ഇങ്ങനെ പോകണം അങ്ങനെ പോകണം ഇങ്ങനെ പോയാൽ മതി, അതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പഴയൊരു സംവിധാനത്തിൽ നിന്ന് അമേരിക്കയെ പൊളിച്ചെഴുതിയ ഒരു രാജ്യമായിട്ട് ഇന്ത്യയെ നമുക്ക് കാണേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ പിന്നെ 4.6 ട്രില്യനുള്ള ഇന്ത്യ മഹാരാജ്യം അമേരിക്കയെ 30 ട്രില്യനുള്ള അമേരിക്കയെ പൊളിച്ചെടുക്കാൻ പോകില്ല. ഇയാൾ ഇതെന്ന് പറയുന്നത് പോലാണല്ലോ കാര്യങ്ങൾ, അവർ കാണിച്ചു തരും എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഇതിനകത്ത് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രസ്താവന അദ്ദേഹം പറഞ്ഞതാണ്, പേഴ്സൺ സാർ പറഞ്ഞതാണ്, നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ട്, നമ്മൾ ഡെഡ് ലൈൻ ഇട്ടിട്ടുണ്ട്. ആ ലൈനപ്പുറം വന്നാൽ നമ്മളത് അംഗീകരിക്കുന്ന അവസ്ഥയില്ല. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വലിയ രാജ്യമാണ്. ആ രാജ്യമായിട്ട് വ്യാപാര കരാർ അല്ലെങ്കിൽ വ്യാപാരം നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ താല്പര്യങ്ങൾ നമുക്ക് സംരക്ഷിച്ചുകൊണ്ടേ അത് പോകാനൊക്കത്തുള്ളൂ. ഇന്ത്യയുടെ താല്പര്യങ്ങളുണ്ട്, ഇന്ത്യയുടെ ജനത്തിൻ്റെ താല്പര്യമുണ്ട്, രാജ്യത്തിൻ്റെ താല്പര്യമുണ്ട്. അപ്പോൾ അതനുസരിച്ചേ പോകാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് വ്യാപാര കരാർ ഈ പറയുന്നത് പോലെ നീണ്ടുപോകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.